ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തിരുന്നു ടാറ്റ പറഞ്ഞു പോയെന്ന്. പക്ഷെ വീണ്ടും കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുകയാണ്, യു ടേൺ എടുക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുതിയ പ്രസ്താവന വന്നിട്ടുണ്ട്. ഓഫീസിൽ നിന്ന്, മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ടാറ്റ കപ്പൽ നിർമ്മാണ കേന്ദ്രം അനുമതിയായി. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ, ഇതിനിടയിൽ മാതൃഭൂമി ഒരു വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് കൊച്ചിയിൽ ബോട്ട് നിർമ്മാണത്തിനുള്ള ഒരു എഗ്രിമെൻറ്റ് രാജ്യവുമായി ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു സബ് കമ്പനി ഒപ്പിട്ടു വന്നു. അതായിക്കോട്ടെ, അത് തെറ്റില്ല. പക്ഷേ 10,000 കോടി രൂപ എല്ലാം കൂടി, അതായത് വ്യത്യസ്ത പദ്ധതികളിലൂടെ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്ന മൊത്തം തുകയാണ് 10,000 കോടി രൂപ എന്നുള്ള നിലയിലാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. അപ്പോൾ 10,000 കോടി രൂപ നിക്ഷേപം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് മുഴുവൻ ടാറ്റയുടെ നിക്ഷേപമാണെന്ന് തെറ്റിദ്ധരിച്ച ഒരു പ്രശ്നമുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്, പറയുന്നത്. ഒരു സ്ഥാപനമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ ഉറപ്പിച്ചെന്നല്ല മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് ടാറ്റയുമായി 10,000 കോടിയുടെ എഗ്രിമെൻ്റ് ഉണ്ടെന്നല്ല. പക്ഷേ അത് പത്രത്തിൽ വന്നപ്പോൾ 10,000 കോടി 15,000 പേർക്ക് ജോലി എന്നൊക്കെ പറഞ്ഞു വന്നു. എന്തായാലും ടാറ്റയുടെ കപ്പൽ നിർമ്മാണശാല വരും എന്ന് തന്നെയാണ് മലബാർ സിമൻസും ടാറ്റ പ്രോജക്ട്സ് ഗ്രൂപ്പിൻ്റെ ഭാഗമായ ആർട്സ് എഞ്ചിനീയറിംഗ് ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയതായി വി.ഡി. സതീശൻ അറിയിച്ചു. അതിപ്പോൾ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ ഒരു കരാറാണ്, അത് നല്ലതാണ്, അത് തുടങ്ങിയല്ലോ. ഇനി പ്രധാന അനുമതികളും ലഭിച്ചു. കൊച്ചി പോർട്ട് അതോറിറ്റി ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആധുനികമായ ഷിപ്പ് ബിൽഡിംഗ് എക്കോസിസ്റ്റം രൂപീകരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ഇതെന്നും വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഇനിയും വരും, പൂവാർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇനിയും വരും എന്നുള്ളതാണ്. മിഷൻ സമുദ്ര കേവലം കപ്പൽ നിർമ്മാണ യൂണിറ്റിൽ ഒതുങ്ങുന്ന പദ്ധതിയല്ല. വിഴിഞ്ഞം, കൊച്ചി തുറമുഖങ്ങൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയെല്ലാം ഉൾപ്പെടുത്തി കപ്പൽ നിർമ്മാണം, കപ്പൽ അറ്റകുറ്റപ്പണി, ഓഫ്ഷോർ ഫാബ്രിക്കേഷൻ, മറൈൻ എഞ്ചിനീയറിംഗ്, തീരദേശ നിർമ്മാണ യൂണിറ്റുകൾ, ലോജിസ്റ്റിക്, മാരിടൈം സേവനങ്ങൾ എന്നിവയ്ക്കുള്ള സമഗ്ര വികസന പദ്ധതിയായിട്ടാണ് മിഷൻ സമുദ്ര രൂപീകരിച്ചിരിക്കുന്നത്. രാജ്യത്തെയും വിദേശത്തെയും പ്രമുഖ നിക്ഷേപങ്ങൾ ചർച്ച പുരോഗമിക്കുകയാണെന്നും നിക്ഷേപ പദ്ധതികൾ അന്തിമഘട്ടത്തിലാകുമ്പോൾ ഔദ്യോഗികമായി അറിയിക്കാമെന്നുമാണ് വി.ഡി. സതീശൻ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പുവെച്ചൊരു കരാറുണ്ട്, പിന്നെ കൂടുതൽ കരാറുകൾ വരാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ആഗസ്റ്റ് മാസം 18 മുതൽ കരയിലൂടെയുള്ള ചരക്ക് നീക്കത്തിന് വേണ്ടി വിഴിഞ്ഞം പോർട്ട് തുറന്നു കൊടുക്കുന്നു എന്നും അറിയുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റോഡ് പണി, മറ്റ് റെയിൽവേ ഒരുപാട് വർക്കുകൾ ഇനിയും വരാനുണ്ട്. അനുബന്ധ വർക്കുകൾ ധാരാളമായി വിഴിഞ്ഞത്ത് വരാനുണ്ട്. അപ്പോൾ പക്ഷേ അതിൻ്റെ സ്ഥലമെടുപ്പ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം കേരളം പോലുള്ളൊരു അതിലോലമായ എന്ന് പറഞ്ഞാൽ ആവാസ വ്യവസ്ഥ വളരെ തിങ്ങി താമസിക്കുന്ന, ജനസംഖ്യ കൂടുതലുള്ള, ഏത് സ്ഥലമെടുത്താലും ഒരുപാട് ആളുകൾ താമസിക്കുന്ന, വസ്തുക്കളെല്ലാം ജനങ്ങൾക്ക് വീതിച്ച് കൊടുത്തിട്ടുള്ള, ഭൂപരിഷ്കരണമൊക്കെ നടത്തിയ ഒരു നാടാണ് ഇവിടെ. അപ്പോൾ കുറച്ച് പ്രയാസമുണ്ട് ഈ കാര്യങ്ങൾ. പക്ഷേ എന്തായാലും ആഗസ്റ്റ് 18 നിലവിലുള്ള സാഹചര്യം വെച്ചുകൊണ്ടുള്ള ചരക്ക് ഗതാഗതത്തിന് വേണ്ടി, കരയിലൂടെയുള്ള ചരക്ക് ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്നാണ്. അപ്പോൾ കണ്ടെയ്നറുകളിൽ അവിടെ വരുന്ന സാധനങ്ങൾ പുറത്ത് വരാൻ സാധ്യതയുണ്ട്, ഇവിടുത്തെ സാധനങ്ങൾ മുകളിലോട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും വൈവിധ്യവൽക്കരണമായ പ്രവർത്തനങ്ങൾ ഒരു വശത്ത് നടക്കുന്നു, മറുവശത്ത് ജനങ്ങളുടെ ആശങ്കയും തീരത്തെ ആശങ്കയും ഒക്കെ നടക്കുന്നു. അപ്പോൾ വികസനം എന്ന് പറയുന്നത് രണ്ടും വേണം. പരിസ്ഥിതിയുടെ പരമാവധി സംരക്ഷണവും നടക്കണം, ജനങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കണം, വികസിത പ്രവർത്തനം നടക്കുകയും വേണം. കാരണം തൊഴിലും പിന്നെ സമ്പത്ത് വർധനയും ഒക്കെ വേണമെങ്കിൽ തീർച്ചയായും പ്രോജക്റ്റുകൾ വേണം. പക്ഷേ അത് ഏത് പ്രോജക്റ്റ് എവിടെയാണ് വേണ്ടത്, ഏത് തരത്തിൽ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എത്ര ആഘാതമുണ്ടാകും, എത്ര പേരെ നമുക്ക് മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും, അത്തരം കാര്യങ്ങളൊക്കെ ഗൗരവമായി ചർച്ച ചെയ്തുകൊണ്ടുള്ള നല്ല പ്രോജക്റ്റുകളാണ് നമുക്ക് വേണ്ടത്. തീർച്ചയായും അത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ടാറ്റ കപ്പൽ നിർമ്മാണ കേന്ദ്രം ഒഴിവാക്കി പോയിട്ടില്ല. പക്ഷേ 10,000 കോടിയുടെ കപ്പൽ നിർമ്മാണം ഇല്ല എന്നാണ് ടാറ്റ ഇന്നലെ അറിയിച്ചത്. അതൊരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. എന്നാൽ ടാറ്റയുടെ പ്രോജക്റ്റ് ഉൾപ്പെടെ വിവിധ പ്രോജക്റ്റുകളിൽ 10,000 കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ നിക്ഷേപമായി വരുമെന്നും അങ്ങനെ വന്നാൽ 15,000 പേർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുമെന്നുമാണ് ഗവൺമെൻറ് വിശദീകരിച്ചത്. പക്ഷേ ഇതെല്ലാം പറഞ്ഞത് ഒരു വാക്കെടുത്ത് ട്വിസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി വിവാദം ഉണ്ടാക്കി തർക്കം ഉണ്ടാക്കിയൊക്കെ പോകുന്നൊരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ അത് മാറേണ്ട ഒരു സമയമായി. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വിവാദങ്ങളിൽപ്പെട്ടാണ് ഉഴലുന്നത്.
വിവാദം മതിയാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നാട്ടിൽ പല കാര്യങ്ങൾക്കും വലിയ പ്രസക്തിയുമുണ്ട്.